ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കൊരു വ്യക്തിയിൽ നിന്ന് മാക്സിമം എത്ര രൂപ വരെ കടം വാങ്ങാൻ പറ്റുമെന്നുള്ളത് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം? ഇതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ഇൻകം ടാക്സിലെ 269XS എന്നുള്ള സെക്ഷനാണ്. ഓക്കെ, ഈ സെക്ഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്നും മാക്സിമം കടം വാങ്ങാവുന്ന എമൗണ്ട് 20,000 റുപ്പീസ് ആണ്. ഇത് ഞാൻ ഉദാഹരണത്തോടു കൂടി പറഞ്ഞാൽ നിങ്ങൾ ഈ സെക്ഷൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്തു, എനിക്കൊരു 1 lakh റുപ്പീസ് ആവശ്യമുണ്ട്, 1 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു, ഓക്കെ എൻ്റെ അടുത്ത് 1 lakh ഉണ്ട്, ഞാൻ തരാം. ബൈ ഹാൻഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്നു. ഓക്കെ, കടമായിട്ടാണ് തന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ വയലേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് പെനാൾട്ടി എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയുന്നത് 271D ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഈ സെക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എത്ര രൂപയാണോ 20,000 രൂപയിൽ കൂടുതലായിട്ട് വാങ്ങിയത്, സപ്പോസ് 1 lakh ആണ് വാങ്ങിയത്, 20,000 മുകളിലാണല്ലോ ആ എമൗണ്ട്, അപ്പോൾ ഈ 1 lakhും പെനാൾട്ടിയാണ്. 100% പെനാൾട്ടി. മേ ബി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടാവും, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ബൈ ഹാൻഡ് ആണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് മേ ബി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും സോഴ്സിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എമൗണ്ട് 100% പെനാൾട്ടി ആയിട്ട് അടക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വാങ്ങിയ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോഴും. ഇതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ ഇൻകം ടാക്സ് 269T എന്ന സെക്ഷനാണ്. അതിനും ഇതുപോലെ തന്നെ 271E എന്നുള്ള സെക്ഷൻ പ്രകാരം 100% പെനാൾട്ടിയാണ്. അപ്പോൾ സമ്മറി ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് കടം കൊടുക്കുകയോ വാങ്ങുകയോ എന്തോ ആയിക്കോട്ടെ, 20,000 രൂപ വരെ ക്യാഷ് ആയിട്ട് അലൗഡ് ആണ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എത്രയാണോ വാങ്ങിയത് അല്ലെങ്കിൽ എത്രയാണോ കൊടുത്തത് 100% പെനാൾട്ടി. പിന്നെ ഈ കടം വാങ്ങിയതോ കൊടുക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗവൺമെന്റോ പോസ്റ്റ് ഓഫീസോ ബാങ്കോ എക്സെട്ര ലിസ്റ്റ് ചെയ്യാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു സെക്ഷൻ ഉണ്ട്, 269ST എന്നുള്ളത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം 2 lakh വരെ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് PC യോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അയാൾക്ക് പൈസ കൊടുക്കണമല്ലോ. ആ പൈസ കൊടുക്കുന്ന ഇതൊരിക്കലും കടമായിട്ടോ വാങ്ങുകയോ കൊടുക്കുകയല്ല. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ അങ്ങനെ അയാൾക്കൊരു പൈസ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം 2 lakh വരെ അയാൾക്ക് സ്വീകരിക്കാം. ഓക്കെ, 2 lakh വരെ അയാൾക്ക് സ്വീകരിക്കാം. ഇതിന്റെ മുകളിൽ അയാൾ ക്യാഷ് ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ക്യാഷ് ആയിട്ട് വാങ്ങിയത് അത്രയും എമൗണ്ട് പെനാൾട്ടി, അതായത് 100% പെനാൾട്ടി. ഈ ഫർണിച്ചർ PC ഇവന്റ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത് പെർ ഡേ പെർ ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇന്നൊരു കമ്പ്യൂട്ടർ ഒരു PC 1,50,000 വാങ്ങി എന്ന് വിചാരിക്കുക, അതൊരു ബില്ലാണ്, പെർ ഡേ ആണ്, പെർ ട്രാൻസാക്ഷൻ ആണ്. നാളെ സെയിം ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ വീണ്ടും വേറൊരു കമ്പ്യൂട്ടർ വാങ്ങി 1,80,000. ഓക്കെ, ഇതൊരിക്കലും ഈ ഒരു സെക്ഷൻ വയലേറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കുന്നതിനല്ല ലിമിറ്റ്, ആ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ പാർട്ടിക്കാണ് ലിമിറ്റ്. അയാൾ മാക്സിമം 2 lakh വരെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്താൽ 100% പെനാൾട്ടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ വീഡിയോ എപ്പോഴും കടം ചോദിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി എൻ്റെ പേജ് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫായിസ് മുഹമ്മദ്.